ഷോൺ ജോർജ് കൂടി ചേരുന്നുണ്ട്. ഷോൺ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിണാമങ്ങൾ നോക്കുമ്പോൾ SFIയെ സംബന്ധിച്ചോളം അതിൻ്റെ ഗ്രൗണ്ട് കൂടുതൽ ബലപ്പെടുകയാണോ ഷോൺ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ കൂടുതൽ എവിഡൻസിലേക്ക് ഒന്ന് പോകേണ്ട, ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് ആണ്. ഇപ്പൊ മറ്റ് കേസുകൾ പോലെ ഇപ്പൊ നമ്മളൊരു ക്രിമിനൽ കേസ് പോലെ അല്ലെങ്കിൽ സിവിൽ കേസ് പോലെയോ രേഖകൾ കൃത്രിമമായി ചമയ്ക്കുക അല്ലെങ്കിൽ സാക്ഷികൾ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ്. എല്ലാ എവിഡൻസുകളും ക്ലിയർ ആയ കേസാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായി ഇനിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഇപ്പുറം ഒന്നും സംഭവിക്കാറില്ല. അത് അതിൻ്റെതായ വഴിയിൽ കൃത്യമായി തന്നെ പോകും. ഈ കേസില് ഒരൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പോൾ ഈ ഡൽഹിയിലെ ഈ വ്യവഹാരങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല എന്നതിലേക്ക് വെറും സാങ്കേതികത്വങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിലേക്ക് പോകാം. ഈ കേസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഡൽഹിയിലെ കേസ് ഇൻഫെക്ഷസ് ആയി, ആ കേസ് പോയി. അതെ, ഇനി ആ കേസിന് പ്രസക്തിയില്ല. തീർച്ചയായും ഇനിയുള്ള ഈ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇഡിക്ക് ഇനി ഇതിന്റെ കേസിന്റെ കുറ്റപത്രത്തിന്റെ കോപ്പി കിട്ടുമ്പോൾ ഇഡിയുടെ കോഗ്നൈസൻസ് ഉണ്ടാവും. ഇഡിയുടെ നടപടിയിലേക്ക് ഇഡി കിടക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മറ്റു CBI അന്വേഷണത്തിന്റെ അപേക്ഷ കൂടി അങ്ങ് വ്യക്തിപരമായി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഷോൺ, ഇവിടെ നമുക്ക് അറിയാമല്ലോ, ഈ CMR കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി കേസ് കോടതിയിൽ കൊടുക്കുന്നു. പിന്നീട് എക്സാലോജിക്കിന്റെ കേസ് അവിടെ കർണാടകയിൽ വരുന്നു. KSIDC കേരളത്തിൽ കേസ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ കേസിനെ സംബന്ധിച്ചുള്ള ഒരു സാങ്കേതികത്വം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കാലതാമസം ഉൾപ്പെടെ കാക്ഷിച്ചുകൊണ്ടുള്ള ഇടപെടൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ SFIയുടെ ഇപ്പോഴത്തെ ഈ അപേക്ഷ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഗ്രൗണ്ട് എത്രത്തോളം വലുതാണ്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പുള്ള കേസുകളുടെ പേരോ കാര്യങ്ങളോ പറയുന്നില്ല. കാരണം ഇതിനൊന്നും ഓൺ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്കറിയാവുന്ന കാര്യമില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാം, ഇതിനു മുമ്പ് പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടുള്ള കേസുകളെ മുഴുവൻ ഘട്ടം ഘട്ടമായി ഇതുപോലെ കോടതി വ്യവഹാരങ്ങളിലൂടെ നശിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം ഈ കേസില് നിങ്ങൾക്കറിയാം, ഞാനൊരു അഭിഭാഷകനായിരുന്നുകൊണ്ടും അഭിഭാഷകരായ ധാരാളം സുഹൃത്തുക്കൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നതുകൊണ്ടുമാണ് ഈ കേസ് ഒരു പരിധിവരെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നും വളരെ സ്ട്രോങ് ആയ നിലപാട്, SFIയുടെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആയ നിലപാടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വന്നിറങ്ങുന്ന അഭിഭാഷകർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കപിൽ സിബലാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിന് മുമ്പ് വന്ന KSIDC മാത്രം 1,72,00,000 രൂപയാണ് KSIDC മാത്രം ഈ കേസ് റദ്ദ് ചെയ്യാൻ വേണ്ടി KSIDC മുടക്കിയത്. അവസാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ചോദിച്ചു, നിങ്ങൾക്ക് ഇതുപോലൊരു അന്വേഷണം, ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു അന്വേഷണം ആവശ്യമല്ലേ? നിങ്ങൾ എന്തിനു തടയണമെന്ന് പറഞ്ഞാണ് അത് തള്ളിയത്. പുറത്തോളം നമ്മുടെ കേരള സംസ്ഥാനത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ആ അഴിമതിയെ മൂടി വെക്കാൻ വേണ്ടി മുടക്കുന്ന കാശാണിത്. എത്ര കോടി രൂപയാണ് വക്കീലന്മാർക്ക് കൊടുത്തത്? അങ്ങനെ ഇതിനെല്ലാം തരണം ചെയ്ത് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവാനുഗ്രഹം കൂടെയാണ്. തീർച്ചയായും വളരെയധികം നന്ദി. ശ്രീ ഷോൺ ജോർജ്, പരാതിക്കാരൻ കൂടിയ ഷോൺ ജോർജ് ആണ് നമ്മൾ പ്രതികരിച്ചത്. ഇപ്പോൾ